പൊതുജനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ദോഷകരമായ രീതിയിൽ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നുമുള്ള ബൈപ്പാസിൽ നഗരസഭ ഓട്ടോ സ്റ്റാൻഡ് അനുവദിച്ച നടപടി പിൻവലിക്കണമെന്ന് വ്യാപാരി വ്യവസായ സമിതി ആവശ്യപ്പെട്ടു. ഇതിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരാതികൾ നൽകി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് 30-ാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദർശന ബിൽഡിംഗ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, നെടുങ്കണ്ടം. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും കുമിളി റോഡിലേക്കുള്ള ബൈപ്പാസിലാണ് കഴിഞ്ഞ 12-ാം തീയതി മുതൽ പുതിയ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ആരംഭിച്ചത്. കച്ചവട സ്ഥാപനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതോടൊപ്പം പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന തരത്തിലാണ് ഓട്ടോ സ്റ്റാൻഡ് ആരംഭിച്ചിരിക്കുന്നതെന്നാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ പരാതി. കട്ടപ്പന നഗരസഭ, ഡിവൈഎസ്പി, ട്രാഫിക് പോലീസ് സ്റ്റേഷൻ, ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എന്നിവിടങ്ങളിലാണ് പരാതി നൽകിയിരിക്കുന്നത്. കട്ടപ്പന മുനിസിപ്പാലിറ്റി ഒരു തട്ടിക്കൂട്ട് റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ച് കട്ടപ്പനയിൽ ഒരു അനധികൃത ഓട്ടോ സ്റ്റാൻഡിന് അനുവാദം കൊടുത്തു. ഈ റെഗുലേറ്ററി കമ്മിറ്റിയിൽ വ്യാപാര സമൂഹത്തെ, വ്യാപാരി നേതാക്കളെയോ മറ്റ് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ പോലും അറിയിക്കാതെ അവർ ഒരു സ്ഥാപിത താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അനധികൃത ഓട്ടോ സ്റ്റാൻഡ് അവിടെ കൊടുക്കുകയും അത് പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്തു. അതിന് ഞങ്ങൾ ഇപ്പോൾ കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. കട്ടപ്പന ഡിവൈഎസ്പിക്കും ട്രാഫിക് യൂണിറ്റിനും പരാതി കൊടുത്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് നടപടികൾ സ്വീകരിക്കുമെന്ന് കട്ടപ്പന ഡിവൈഎസ്പി അറിയിച്ചിട്ടുണ്ട്. കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നും അതിന് വേണ്ട നടപടികൾ ഉണ്ടാകണമെന്ന് കേരള വ്യാപാരി വ്യവസായി സമിതി ആവശ്യപ്പെടുന്നു. നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്താണ് സ്റ്റാൻഡിന് അനുമതി നൽകിയതെന്നും ആക്ഷേപമുയരുന്നുണ്ട്. വ്യാപാരി വ്യവസായ സമിതി അംഗങ്ങളെ ഉൾപ്പെടെ പലരെയും അറിയിക്കാതെയാണ് കഴിഞ്ഞ ദിവസം ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ചു ചേർത്തതെന്നും നേതാക്കൾ പറഞ്ഞു. വ്യവസായി സമിതി ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബിന്റെ നേതൃത്വത്തിൽ മജീഷ് ജേക്കബ്, കട്ടപ്പന യൂണിറ്റ് ട്രഷറർ PJ കുഞ്ഞുമോൻ, നജീം മുഹമ്മദ്, ജഗദീഷ് തുടങ്ങിയവരാണ് പരാതി നൽകിയത്. ഇക്കാര്യത്തിൽ നടപടിയെടുക്കാത്ത പക്ഷം കട്ടപ്പന മുനിസിപ്പാലിറ്റി ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് വ്യാപാരി വ്യവസായ സമിതി അറിയിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. ഹായ്, എൻ്റെ പേര് നിവ്യ. ഞാൻ 20 ഏക്കർ അൽഫോൺസ ലാബിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പഠിച്ചത് നെടുങ്കണ്ടം കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. ഹായ്, ഐ ആം തസ്നിമ. ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ടം നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി. ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഹായ്, ഞാൻ അരുണിമ. നെടുങ്കണ്ടം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത്. പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജക്കാട് SN ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. ഹായ്, ഞാൻ അമർദീന്ദു. ഞാൻ വർക്ക് ചെയ്യുന്നത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലാണ്. എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹായ്, ഞാൻ ഗ്രീഷ്മ. എൻ്റെ വീട് തൂക്കുവാലാണ്. ജോലി എന്നത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹായ്, എൻ്റെ പേര് കെസിയ. ഞാൻ കുമളി ശില്പ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ബാച്ചിൽ പഠിച്ച എല്ലാ കൂട്ടുകാർക്കും ജോലി കിട്ടി എന്നുള്ളതാണ്. പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി ഉറപ്പ്. കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഡിപ്ലോമ കോഴ്സുകൾ. ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ഫാർമസി അസിസ്റ്റന്റ്. 19-ാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദർശന ബിൽഡിംഗ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, നെടുങ്കണ്ടം.